വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ ഒരു മാന്ത്രിക വടിയാണ്. ഇതിനെയാണ് അറാക്ക് എന്ന് പറയുന്നത്. ഇത് കണ്ടിട്ട് ഒരു വേര് പോലെയാണ് തോന്നുന്നത്. ഇതിൽ വേരൊക്കെ ഉണ്ട്. ഇതിൻ്റെ പ്രത്യേകത ഇതൊരു 3-4 ദിർഹംസ് അത്രയും കണ്ടേ ഉള്ളൂ. 3-4-2 ഞാനൊരു സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ കണ്ടതാണ്. പണ്ട് വാപ്പ എൻ്റെ കുട്ടിക്കാലത്ത് ഗൾഫിൽ നിന്ന് വന്നപ്പോൾ വാപ്പാരെ പോക്കലിലൊരു ചെറിയ ഇതിൻ്റെ ഒരു കമ്പുണ്ടായിരുന്നു. അന്ന് എനിക്ക് ആ സംഭവമായിട്ട് വാപ്പ മാറിയിരിക്കുന്ന വീടിൻ്റെ പുറത്തൊക്കെ പോണ സമയത്ത് ഞാനിത് എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ വാപ്പ ഇങ്ങനെ പല്ലിലൊക്കെ ഇട്ട് ഇങ്ങനെ ഉരയ്ക്കുന്നതാണ് അത്. അപ്പോൾ ഞാനിങ്ങനെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഉരച്ചിട്ട് കഴുകിയിട്ടൊക്കെ വെക്കും. അപ്പം ഇത് ഞാൻ ഇങ്ങനെ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ ഇവിടെ കിട്ടുന്ന സാധനമാണിത്. ഞാൻ ഇങ്ങനെ കൗതുകം കൊണ്ട് മേടിച്ചതാണ്. ഒരു പ്രത്യേകതരം മണമാണിത്. ഇതിൻ്റെ പുറത്തൊരു ലൈറ്റ് കോട്ടിംഗ് ഉണ്ട്. ഈ കോട്ടിങ് നമ്മൾ കണ്ടിങ്ങനെ ഇങ്ങനെ പൊളിച്ചുള്ളി കളയണം. അതുകൊണ്ട് ഇങ്ങനെ നാല് കണക്കത്തൊരു സംഭവം കിട്ടും. നമുക്കിങ്ങനെ കടിക്കണം. എന്നിട്ട് നമുക്കിത് ഇങ്ങനെ ടൂത്ത് ബ്രഷ് കണക്ക് ഉപയോഗിക്കണം. ഇത് ഉപയോഗിക്കണം എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് ഇങ്ങനെ ഉപയോഗിക്കാം. ഇതിൻ്റെ പേരാണ് അറാക്ക് എന്ന് പറയുന്നത്. അറബികൾ ഇത് യൂസ് ചെയ്യുന്ന സാധനമാണ്. ഇത് വളരെയധികം ഇതിൻ്റെ നാരുകൾ നിങ്ങൾ നോക്കിയാൽ തന്നെ കാണാം. നല്ല ഫ്ലെക്സിബിളാണ്. നമ്മളെ ടൂത്ത് ബ്രഷ് പോലെ തന്നെ ഉള്ളൊരു സംഭവമാണ്. ശരിക്കും ഉമിക്കരി നിന്നിട്ട് പല്ല് തേക്കാൻ പാടില്ല. കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊക്കെ ഫുള്ള് കാർബണാണ്. പിന്നെ ഇതിന് പല ബെനിഫിറ്റ്സും ഉണ്ട്. ഇത് നമ്മുടെ ഡീക്കേ, അതായത് ടൂത്ത് നശിക്കുന്നതൊക്കെ തടയും എന്ന് പറയുന്നു. വളരെയധികം ഔഷധ ഗുണമുള്ളതും കൂടിയാണ് ഈ സാധനം. എല്ലാവരും മസ്റ്റായിട്ട് ഒരെണ്ണം മേടിച്ച് വെച്ചോ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ തേക്കണം. ഇതെങ്ങനെ അകത്തെങ്ങനെ തേക്കുന്നതായിരിക്കും നിങ്ങൾ ആലോചിക്കണം. ഇനി ഇത് ഉപയോഗിച്ചിട്ട് ഇത് അടച്ച് വെക്കണം. ഇല്ലെങ്കിൽ പല്ലിയ പാറ്റയൊക്കെ വന്ന് ഇതിൽ കയറും. സാധാ ടൂത്ത് പേസ്റ്റ് പോലെ. സോ ഫ്ലെക്സിബിൾ, സൂപ്പർ.